അങ്ങോട്ട് എഴുന്നേറ്റ് വന്നാ പിന്നെ ഒരു ജാതി സ്വഭാവമാണ്. അത് എനിക്ക് എന്നെ പിടിക്കാറില്ല. കോളേജിലും ജോലിക്കും പോയി വെയിലത്ത് തെക്കോട്ടും വടക്കോട്ടും നടന്ന് സ്കിന്നെല്ലാം ഒരു പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് അതിനൊന്ന് പളവള ആക്കാനായിട്ട് ഒരു ലഡു ഉണ്ടാക്കാം. എന്ത് പറയുന്നു? ആലിയ ഭട്ടൊക്കെ കഴിക്കാറുള്ള എന്നാ കേട്ടത്. അപ്പൊ പിന്നെ നമ്മളത് ട്രൈ ചെയ്തില്ലേ? മോശമല്ലടാ. ഈ സൂര്യൻ എന്റെ കരണത്തടിച്ച പോലെ പതിഞ്ഞിരിക്കുന്ന ആ ഒരു ഗ്ലോ ആണ് ഞാൻ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പഞ്ചസാര തീറ്റ് കാരണം പഞ്ചസാര വാങ്ങുന്നത് നിർത്തി. അപ്പൊ പിന്നെ ഞാൻ ഓടിപ്പോയി ശർക്കര അങ്ങ് വാങ്ങി. അകപ്പാടെ 4 സാധനം മതി ഇതുണ്ടാക്കാൻ. ശർക്കരയും തേങ്ങയും കപ്പലിന്റെയും നെയ്യും. ഇവിടെ നമ്മൾ വാങ്ങിയത് പച്ചക്കപ്പലിന്റെയാ. പക്ഷേ വറുത്ത കപ്പലിന്റെ ആണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ എത്ര കണ്ടിട്ട് കപ്പലിന്റെ വറുത്താലും എന്തുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ് കിട്ടുന്നില്ല. പിന്നെ ഇതിന്റെ തൊലി കളയുന്നതാണ് ചടങ്ങ്. ആ ചൂട് പിടിച്ച കപ്പലിന്റെ തൊലി കളയാൻ പോയിട്ട് കയ്യും പൊള്ളി. എന്നാൽ സാവധാനം ചൂടൊക്കെ മാറി 2 ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇപ്പൊ കഴിക്കാനങ്ങ് മുട്ടി നിൽക്കല്ലേ. ആ തൊലി കളഞ്ഞ കപ്പലിന്റെ ഒക്കെ ജാറി വാരി ഇട്ടപ്പോ കുറച്ചൊക്കെ താഴെ പോയി. എന്നിട്ട് ആ കപ്പലിന്റെയും പിടിച്ചെടുത്ത് തേങ്ങാ ചിരിക്കുന്നതും ശർക്കര നെയ്യൊക്കെ കൂട്ടി ലഡു മാതിരി ആക്കി എടുത്താൽ മതി. ഇന്ന് കോളേജിലൊക്കെ പോയിട്ട് വൈകിട്ട് വരുമ്പോ ഇതുപോലെ കുറച്ച് ലഡു ഒക്കെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ എത്ര നല്ലതായിരുന്നു. ഓർക്കുമ്പോ തന്നെ കുളിര് വരുന്നു. ഇത് കഴിച്ചിട്ട് ഇനി ആലിയ ഭട്ടിനെ പോലെ ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിപ്പോ ഞാൻ തിന്ന് തീർക്കും. അതെനിക്കറിയാം. എന്നാ ഇതെല്ലാം